എന്നെ 3 ദിവസം മുമ്പ് എന്നെ DCCയിലേക്ക് വിളിച്ചിരുന്നു. 3 ദിവസം മുമ്പ് എന്നെ DCCയിലേക്ക് വിളിക്കുമ്പോൾ അവിടെ MP വിൻസെന്റ്. നമസ്കാരമുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ്. നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ തവണ UDF അടിച്ചെടുത്തു. കഴിഞ്ഞ തവണ അത് എന്താണ്ടായെന്ന് നമുക്കറിയാലോ. LDFിൻ്റെ കയ്യിലായിരുന്നു. പിന്നെ അത് ലോക്സഭ വന്നപ്പോൾ സുരേഷ് ഗോപി മൊത്തം അടിച്ചുകൊണ്ട് പോയി. ഇത്തവണ എന്തായാലും അതിന് പകരം വീട്ടി UDF അതിഗംഭീരമായി തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടി, ആരുടെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്നൊക്കെ ഒരു ചൊല്ലില്ലേ, അതുപോലെ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. TN പ്രതാപൻ അതിൻ്റെ DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, 2ാമത്തെ ടേമിലേക്കോ 3ാമത്തെ ടേമിലേക്കോ തന്നു കഴിഞ്ഞാൽ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. നഗരത്തിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് മേയർ പോസ്റ്റ്. അത് ഓരോ വർഷവും മാറിപ്പോകേണ്ടതല്ല. കേട്ടല്ലോ, നേതാവിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഈ മേയർ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ഈ പള്ളിപ്പെരുന്നാൾ പോലെ, ക്ഷേത്രത്തിലെ ഉത്സവം പോലെ, തൃശ്ശൂർ പൂരം പോലെയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതല്ല. അതൊരു 5 കൊല്ലത്തേക്ക് ഒരു പ്ലാനിട്ട് പദ്ധതിയിട്ട് തൻ്റെ സ്വപ്ന പദ്ധതികളെ പാർട്ടിയുടെ പദ്ധതിക്കനുസരിച്ച് കൊണ്ടു നടക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായ ബോധ്യമുള്ള നേതാവാണ് ഇപ്പം ഈ സംസാരിച്ച നമ്മുടെ ഈ നേതാവ്. സാമുദായിക ഘടകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ദിവസങ്ങളോളം നീണ്ടു നിന്നു. ഇതൊരു മതേതരത്വ പാർട്ടിയാണെന്ന് ആരും മറന്നു പോകരുത്. പാവം ലാലി ജെയിംസ് മേഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ പോലെ മതേതരത്വമുള്ള വേറൊരു പാർട്ടിയെ ലോകത്തിലില്ല. ഇവിടുത്തെ എല്ലാ ജാതി മത വിഭാഗക്കാരെയും ഇത്തവണ കൂട്ടിയിട്ടാണല്ലോ അവർ മത്സരിച്ചത്. എന്തിന്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ എല്ലാവരും ഉണ്ട്. ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ നടക്കുന്ന പലയിടത്തും BJP ആയി കൂട്ടുകൂടിയിട്ടുണ്ട്, SDPI ആയി പിന്തുണ കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ 8 പഞ്ചായത്ത് മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്പം തിരഞ്ഞെടുത്ത് 4 ദിവസം പോലും ആയില്ല. അവരിന്നങ്ങ് രാജി വെച്ച് കളഞ്ഞു. അവിടെ BJP എങ്ങാണ്ട് അധികാരത്തിൽ വന്നോ എനിക്കറിയില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും, കമൻറ്റ് ബോക്സിൽ ഇടുന്ന നന്നായിരിക്കും. എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 4-5 ദിവസം കഴിയുന്നതിന് മുമ്പ് 8 കോൺഗ്രസ് പ്രതിനിധികൾ രാജിവെച്ചു അത്രേ. എന്തൊരു നല്ല പാർട്ടിയല്ലേ. എന്തായാലും മതേതരമാണ് എന്നുള്ള കാര്യത്തിൽ മേഡത്തിനൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. മതേതരമാണ് അത്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയനെയും സംഘത്തെയും തോൽപ്പിക്കാനായി, പുറത്താക്കാനായിട്ട് രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള സകല ജാതി മത സംഘടനകളെയും ഒരൊറ്റ കുടക്കീഴിൽ നമ്മുടെ പാർട്ടി അണിനിരത്തുന്നുണ്ട്. ആ ബാക്കി കൂടെ പറയും മേഡം. ഇവിടെ ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നു, അവർ DCC വൈസ് പ്രസിഡൻ്റ് ആണെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തി എപ്പോഴെങ്കിലും പാർട്ടിയുടെ മുൻനിരയിൽ വൈറ്റ് കോളറായി നടന്നു എന്നല്ലാതെ ഏതെങ്കിലും സമരമുഖങ്ങളിലോ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനമോ ഈ തൃശ്ശൂർ ജനത കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കാം. വീണ്ടും പാവം ലാലി ജെയിംസിനെ പറയാനുള്ളൂ. എൻ്റെ മേഡം, ഈ വലിയ വലിയ നേതാക്കന്മാരൊന്നും ഈ സമരമുഖത്തൊന്നും മുൻനിരയിലുണ്ടാവില്ല. ആ മുൻനിരയിൽ നിന്ന പോലീസ് ലാത്തി വീശും, ഗുണ്ടെറിയും, പൊട്ടും, അടി കിട്ടും. അപ്പം അതിനൊന്നും അങ്ങനെ ഈ വൈറ്റ് കോളർ നേതാക്കന്മാരെ മുന്നിൽ കിട്ടില്ല. അതിന് മേഡത്തെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ അടികൊള്ളുക, തല്ലുകൊള്ളുക, അതൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വലിയ നേതാക്കന്മാർ ജയിക്കും, മേയറാവും. അതാണ് പതിവ്. അതിലെന്താണ് ഇത്ര മേഡത്തിന് അത്ഭുതമുള്ളത് എന്ന് എനിക്കറിയില്ല. മേഡം ഇപ്പോഴാണോ ഈ വക കാര്യങ്ങൾ അറിയുന്നത്? എന്തായാലും അവരതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് മേഡം എന്നുള്ളത് തന്നെ മഹാത്ഭുതം. എന്തായാലും നന്നായി. എന്നാലും ബാക്കി സങ്കടങ്ങളും കൂടെ പറഞ്ഞു തീർക്കൂ. എന്തായാലും ഈ മേയർ സ്ഥാനം കിട്ടാത്തതിൻ്റെ ഒരു കെർവാണ്, അസൂയയാണ് ഇതെല്ലാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണെന്നാണ് ഞാനും വിശ്വസിച്ചത്. പക്ഷെ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറിയ സാധനം നമ്മുടെ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിടാം. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്, അതുകൂടെ കാണണം കേട്ടോ. എന്നാലും മേഡം പറയാനുള്ളതും കൂടെ പറയട്ടെ. നേട്ടം പലരും പറയുന്നു, 3 ദിവസം മുമ്പ് നിജിയും ഭർത്താവും 2 പേരും അടങ്ങുന്ന ഒരു വണ്ടി പെട്ടിയുമായി നടക്കുന്ന കണ്ടു. അതിൽ ലാലിയുടെ മേയർ സ്ഥാനം തട്ടിപ്പോകുമോ എന്ന് എന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക. ഞാൻ പറഞ്ഞു, പെട്ടിയിൽ മുണ്ടാണോ കാശാണോ സാരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടും. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടി വിവാദമൊന്നും ഒരു പുതിയ കാര്യമല്ല. നമ്മൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചപ്പോൾ ഒരു നീലപ്പെട്ടിയുടെ കഥ അന്ന് മാധ്യമങ്ങളൊക്കെ
കൊണ്ടാടിയതാണല്ലോ. പിന്നീട് ആ പെട്ടി പോയ വഴി അറിയില്ല, ഏതിലെ വന്നു ഏതിലെ പോയി എന്നൊന്നും അറിയില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ ആ പാർട്ടിയിലില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും പെട്ടിക്കഥ കോൺഗ്രസിൽ സ്ഥിരം പതിവുള്ളതാണ് മാഡം. എന്താണ് എൻ്റെ വസ്തുത എന്നുള്ളത് ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അറിയുള്ളൂ, മാഡത്തിന് മാത്രമേ അറിയുള്ളൂ. സത്യമായിരിക്കും, മാഡം പറയുന്നതല്ലേ, ഞങ്ങൾ വിശ്വസിച്ചു. ഈ വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് യോഗം നടക്കുന്നത് വരെ ഇവരുടെ വീട്ടിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിജി ജസ്റ്റിൻ്റെ വീട്, അതിനുവേണ്ടി സൗകര്യങ്ങൾ ഗ്രൂപ്പ് യോഗങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ഗ്രൂപ്പ് അവിടെ കൂടാറുണ്ട് എന്നൊക്കെ പറയുന്നു. പാർട്ടി ചലിക്കണമെങ്കിൽ ഫണ്ട് വേണമെന്നുള്ള ഒരു സൂചനയൊക്കെ എനിക്ക് തന്നിരുന്നു. പിന്നെ പാർട്ടി ചലിക്കണമെങ്കിൽ പണം വേണ്ടേ? പണ്ട് രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഇപ്പൊ 10 വർഷത്തിലേറെയായില്ലേ മാഡം, കേന്ദ്രത്തിലുമില്ല കേരളത്തിലുമില്ല. അപ്പൊ അങ്ങനെ ഇന്നും സംഭാവന കിട്ടുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് BJPക്കൊക്കെ കോർപ്പറേറ്റ് മുതലാളിമാർ കൊടുക്കുന്നതെങ്കിൽ കോൺഗ്രസിന് എൻ്റെ എന്താ പറയണ്ടേ, ഒരു 5% പോലും കിട്ടുന്നില്ല മാഡം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പണമുള്ളവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് അത് കൊടുക്കുക എന്നല്ലാതെ മറ്റെന്താ പോം വഴി? പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ല് മാഡം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് പണപ്പെട്ടി കണ്ടാണോ ഈ മേയർ സ്ഥാനം മാഡത്തിന് നഷ്ടപ്പെട്ടത് എന്നുള്ളത് അതിൻ്റെ നേതാക്കന്മാരെ വെളിപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അതൊന്നും എന്തായാലും കേൾക്കാൻ പോകുന്നില്ല. പക്ഷേ മാഡം പറയുന്നതിൽ ചില കാര്യങ്ങളില്ലേ എന്നുള്ളത് ഒരു വീഡിയോ ശകലം കാണിച്ചു തരാം. അതിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്കും മാഡത്തിനും എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ ഒരു ഉത്തരവാദിത്വവും നമ്മുടെ ഈ ചാനലിലില്ല എന്നുകൂടി പറയട്ടെ. ഞാൻ VD സതീശനാണ്. നമസ്കാരം. മാനുവൽ എന്താ ഇങ്ങനെ? മാനുവൽ നമ്മുടെ കൂടെ നിൽക്കണം, കോൺഗ്രസിന്റെ കൂടെ. അങ്ങനെ വേറെ തീരുമാനം ഒന്നും എടുക്കരുത്. ഞാൻ സംഘടനാപരമായിട്ട് അവിടെ നമുക്കത് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം മാനുവല്, നമ്മളൊക്കെ പറയണല്ലേ. അങ്ങനെ പോവല്ലേ? മാനുവല് ബേസിക്കലായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അല്ലേ? എനിക്കറിയാം അവിടുത്തെ ചെറിയ വിഷയമൊക്കെ, അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം, സംഘടനാപരമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ നോക്കിക്കോളാം പേഴ്സണലായിട്ട്. എനിക്ക് അറിയാവുന്നല്ലേ, അല്ല ഫാദറിനൊക്കെ അറിയാവുന്നല്ലേ. എടാ, ഞാൻ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്തോളാം. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ തമ്മിലൊന്ന് കാണുകയും ചെയ്യാം. സംഘടനാപരമായിട്ട് ഞാനവിടെ നിർത്തിക്കോളാം, ആരെതിർത്താലും നിർത്തിക്കോളാം. എടാ, എല്ലാ സഹായവും ചെയ്തു തരാം. ഇത് ചെയ്യരുത്, മത്സരിക്കൊന്നും ചെയ്യരുത്. എടാ, കേക്കണ്ട? അപ്പൊ മേഡം നമ്മുടെ പ്രേക്ഷകർ ഇത് കേട്ടല്ലോ. ഒക്കെ വേണ്ടതുപോലെ ചെയ്യും, നേരിട്ട് കാണാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് ചെയ്തു തരാം എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നതായ ഒരു ഓഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. അതൊരു പ്രമുഖ ചാനൽ തന്നെ പുറത്തുവിട്ടതാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ്. UDFന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് LDFനേക്കാളും ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ഒരല്പം സീറ്റ് അധികം കിട്ടിയപ്പോഴേക്ക് തന്നെ ഇതാണ് കൂത്തെങ്കിൽ ഇനിയിപ്പോൾ ഇവർക്കൊരു സംസ്ഥാനത്തിന്റെ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും പിടിവിലി അല്ലെങ്കിൽ അടിപിടി എന്ന് ആലോചിക്കുമ്പോൾ ഒരു അന്തവും കിട്ടുന്നില്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് കുറച്ച് സീറ്റ് കിട്ടിയപ്പോഴാണ് ഈ സ്ഥാനമാനങ്ങൾക്കുള്ള ഈ അടിപിടിയെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി എത്ര പേരടി കൂടും, മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി എത്ര പേരടി കൂടും. ഇതൊക്കെ ഈ മലയാളി കാണേണ്ടി വരുന്ന ഒരു ദുര്യോഗം ഉണ്ടാവുമോ എന്നറിയില്ല. അത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ, പ്രേക്ഷകർ അഭിപ്രായം വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.